എപ്പോ നോക്കിയാലും പൂക്കള്, ഏത് ചെടിയിൽ നോക്കിയാലും പൂക്കള്. ഇത് മാജിക് അല്ല, NPK ആണ്. NPK ഇത്ര നാൾ യൂസ് ചെയ്യാത്തവർക്കും NPK ഇത്ര നാൾ യൂസ് ചെയ്യുന്നവർക്കും രണ്ടുപേർക്കും പറ്റുന്ന ഒരു വീഡിയോ ആണിത്. NPK ഫ്ലവറിംഗ് പ്ലാന്റ്സിന് മാത്രമല്ല, നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിനും വെജിറ്റബിൾ പ്ലാന്റ്സിനും ലീഫി പ്ലാന്റ്സിനും എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതിന്റെ അകത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഉണ്ട്. നൈട്രജൻ ലീഫിനും സ്റ്റെമ്മിന്റെയും ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് ഫ്ലവറിങ്ങിനും ഫ്രൂട്ടിങ്ങിനും അതേപോലെ തന്നെ റൂട്ട് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. പൊട്ടാസ്യം ഓവറോൾ ഗ്രോത്തിനെയും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കും. ഇൻഡോർ പ്ലാന്റ്സിനും ചെറിയ പ്ലാന്റ്സിനും 1 ലിറ്റർ വെള്ളത്തിൽ 1 to 2 ഗ്രാം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സുകൾക്ക് 3 to 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ മേളിൽ മാത്രമല്ല, ഇലകളുടെ താഴെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത് ഇലകളുടെ താഴെ ഭാഗത്തു നിന്നാണ്. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് മണ്ണിൽ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1 to 2 മണിക്കൂർ മുമ്പേ തന്നെ വെള്ളം ഒഴിക്കുക. ഇലകളിൽ വീഴാണ്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ഇല്ലാണ്ട് പോകും. അതെല്ലാം വെള്ളത്തിന്റെ ഡ്രോപ്സിന്റെ ഒപ്പം നിലത്തേക്ക് പോകും. സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് മുമ്പും അതേപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷവുമാണ്. എല്ലാ 15 ദിവസം ഗ്യാപ്പിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മണ്ണിലും നമുക്ക് യൂസ് ചെയ്യാം. സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. ക്രോസ് ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട്. NPK ബുക്ക് ചെയ്യണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം.